കർണാടക നഴ്സിംഗ് കൗൺസിലിൽ ഗുഡ് സ്റ്റാൻഡിംഗ് എടുക്കാനായിട്ട് ഒരുപാട് നഴ്സുമാർക്ക് ഡൗട്ട് ഉണ്ടാവും. എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് അതെ അതെ വേണം? അതെ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ്, ഇത് എത്ര ടൈം എടുക്കും, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ട്രൂ ഇൻ്റർനാഷണലിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കർണാടക നഴ്സിംഗ് കൗൺസിലിൽ അപ്ലൈ ചെയ്യാനായിട്ട് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്? അപ്പോൾ നമ്മൾ കർണാടക നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിംഗ് ഓർ വെരിഫിക്കേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഡോക്യുമെൻസിൻ്റെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഡൗട്ട് ഉള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ 10th സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി, പിന്നെ കർണാടകയുടെ അതായത് നിങ്ങൾ എവിടെയാണോ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്, അതായത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തത്, അതിൻ്റെ കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എല്ലാ വർഷത്തെയും മാർക്ക് ഷീറ്റ് വേണം. പിന്നെ ട്രാൻസ്ക്രിപ്റ്റ്, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും ഡോക്യുമെൻറ്റ്സും അലോങ് വിത്ത് പിന്നെ ഒരു പാസ്പോർട്ട് കോപ്പി, പിന്നെ കർണാടകയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കർണാടകയുടെ എക്സ്പീരിയൻസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഡ് സ്റ്റാൻഡിംഗ് തന്നെ കിട്ടും. അല്ല വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷനായിട്ടായിരിക്കും കിട്ടുക. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടി സബ്മിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ആധാറിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വേണം. ഓക്കെ, പിന്നെ മെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ഇത്രയാണ് നമുക്ക് വേണ്ട ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ഇവർക്ക് ഇത് എത്ര ടൈം എടുക്കും, പിന്നെ അവിടുത്തെ അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള പ്രോസസ്സ്? ഓക്കെ, അപ്പോയിൻമെൻറ്റ് നമുക്ക് കർണാടക നഴ്സിംഗ് കൗൺസിൽ, കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം. ഒരു 2000 എത്രയോ രൂപ അതിൽ അടയ്ക്കണം അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. പിന്നെ നേരിട്ട് പോയിട്ട് ബാലൻസ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 30 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, കർണാടകയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ ഗുഡ് സ്റ്റാൻഡിങ്ങോ വെരിഫിക്കേഷനോ കിട്ടുമോ എന്നുള്ളത്. ഒബ്വിയസ്ലി നമുക്ക് കിട്ടും, കാരണം മറ്റ് നഴ്സിംഗ് കൗൺസിൽ പോലെയല്ല ആ കാര്യത്തിൽ കർണാടക കുറച്ചും കൂടി നമുക്ക് അങ്ങനെ ഒരു ഈസിനെസ് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ്ങോ വെരിഫിക്കേഷനോ അപ്ലൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കളർ കോപ്പി ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ വേറെ ചിലരുണ്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ്ങിലോ വെരിഫിക്കേഷനിലോ അത് പ്രത്യേകം മെൻഷൻ ചെയ്യും. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഡാറ്റ ഫ്ലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ലൈസൻസിങ് പ്രോസസ്സിൽ അതൊരു ഇഷ്യൂ വരാൻ ചാൻസസ് ഉണ്ട്. നമുക്ക് ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടും, അതിനും പ്രശ്നമില്ല. പക്ഷേ നെക്സ്റ്റ് സ്റ്റേജിൽ ചിലപ്പോൾ അതൊരു ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇൻവാലിഡ് ആണ്, എക്സ്പയർഡ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടായിരിക്കും വരിക. പിന്നെ ചില കേസസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് കുറേ എൻക്വയറീസ് വന്നതിൽ NOC എടുത്ത് കർണാടകയിൽ നിന്ന് ഓൾറെഡി NOC എടുത്തിട്ട് വേറെ സ്റ്റേറ്റിലെ രജിസ്ട്രേഷൻ എടുത്ത കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ ഈ ന്യൂസിലാൻഡ് മൈഗ്രേഷൻ, NMBI അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ സ്റ്റേജിലായിരിക്കും നമ്മുടെ ഇനിഷ്യൽ പേരൻറ്റ് രജിസ്ട്രേഷൻ ഏത് കൗൺസിലാണോ ഉള്ളത് അവിടെ നിന്നുള്ള ഗുഡ് സ്റ്റാൻഡിംഗ് ഓർ വെരിഫിക്കേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഓൾറെഡി NOC എടുത്തു, കർണാടക രജിസ്ട്രേഷൻ ഇപ്പം നിലവിലില്ല, പക്ഷേ ഓൺലി വാട്ട് വി ഹാവ് ഇസ് ജസ്റ്റ് എ കോപ്പി. അപ്പോൾ ആ കോപ്പി വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള കേസിൽ മാത്രം ജസ്റ്റ് ആ എക്സ്പയർഡ് ആയിട്ടുള്ള കോപ്പി തന്നെ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കത് വെരിഫിക്കേഷൻ മാത്രമായിരിക്കും നമുക്ക് അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുന്നത്. വെരിഫിക്കേഷൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ആൾറെഡി ഇപ്പോൾ വാലിഡ് രജിസ്ട്രേഷൻ ആൾറെഡി നമ്മൾ ലേറ്റസ്റ്റ് ചെയ്ത കൗൺസിലാണ് അതുണ്ട്. അപ്പോൾ പഴയ രജിസ്ട്രേഷൻ്റെ ആണ് വേണ്ട, ഹോം പഠിച്ച് പേരൻറ്റ് രജിസ്ട്രേഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെരിഫിക്കേഷൻ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അത് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയി പൊക്കോളും അവിടെ നിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ അത് ആ കമൻസിൽ നിന്ന് റിപ്ലൈ ചെയ്യാം. കമൻസിൽ നിന്ന് നോക്കിയിട്ട് ഞങ്ങൾ അതിന് കമൻസ് നോക്കിയിട്ട് കുറേ അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് സംശയം ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ബൈ. അല്ല, ബൈ അടിച്ചിട്ട് പോകാൻ പറ്റട്ടെ, സബ്സ്ക്രൈബും ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ.